Hi everyone, welcome to Tasty Barakat. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ മന്തിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു മട്ടൺ ലെഗ് ആണ്. അപ്പോൾ നമുക്ക് ഇനി മന്തിയിലേക്ക് കടക്കാം. ഓക്കെ? ഒരു കാര്യം പറഞ്ഞു. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ഐക്കണും ഞെക്കണം. കാരണം അപ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റി ബർക്കത്ത് ഇടുന്ന ലേറ്റസ്റ്റ് വീഡിയോസ് പെട്ടെന്ന് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് ആദ്യം വലിയൊരു പാത്രം എടുക്കാം. മട്ടന്റെ മസാല തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയാണ്. മട്ടൻ എടുത്തിട്ട് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. മസാലയൊക്കെ തേക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പിടിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് എടുക്കുക, മന്തി മസാല എടുക്കാം, പിന്നെ കുറച്ച് ലൈം ജ്യൂസ്, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. മട്ടൻ വരഞ്ഞ ഇതിലേക്കൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ മസാലേന്റെ ഒക്കെ നല്ലൊരു മണം വന്നിട്ടുണ്ട്. ഇനി മട്ടൻ വെക്കാൻ പറ്റിയൊരു വലിയൊരു പാത്രം എടുക്കണം. നമുക്ക് വലിയൊരു പാത്രം എടുക്കാം. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഇനി ഒരു മാഗി ക്യൂബ് ഇടാം. എന്നിട്ട് സവാള ഇടാം. നമുക്ക് മന്തിക്ക് ആവശ്യമുള്ള മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് മസാല നമുക്ക് പാക്കറ്റ് ആയിട്ട് കടയിൽ അവൈലബിൾ ആണ്. മന്തിൻ്റെ മസാല എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടും. എന്നിട്ട് ഒരു 3 ഡ്രൈ ലെമൺ നമുക്ക് ഇടാം. കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുക. പിന്നെ ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റ്, മന്തി മസാല, എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ടൊമാറ്റോ ജ്യൂസ്, തക്കാളി അരച്ചതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ച മട്ടൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ സാധനം ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് കൊള്ളുന്നില്ല. നമുക്കൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരുവിധം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ മട്ടൻ കയറ്റിയിരിക്കുന്നു. ഇത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടാണ് വേവിക്കേണ്ടത്. അടച്ചു വെച്ച് നമ്മൾ ഇത് വേവിക്കേണ്ടത് ലോ ഫ്ലെയിമിലാണ്. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ മട്ടൻ മിക്സ് ചെയ്തപ്പോൾ ആ പാത്രത്തിൽ ഉണ്ടായിരുന്ന ആ മസാല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് വേവിക്കണം. അത് മട്ടൻ്റെ ടൈപ്പ് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ചിലത് ഇളയതാണെങ്കിൽ അധികം വേവിക്കേണ്ട. നമ്മളിപ്പോൾ ഇത് ഏകദേശം 1 മണിക്കൂർ വേവിച്ചു. ഇത് മുറിച്ച് മാറ്റിയിട്ടാണ് വേവിച്ചത്. കാരണം ഇത് ഫുള്ള് കൊണ്ടില്ല. നന്നായിട്ട് വേവാനായിട്ട് മുറിച്ച് മാറ്റിയിട്ടുണ്ടായി. ഇനി നമുക്ക് ഇതെടുത്ത് മാറ്റാം. ഇനി കുറച്ച് കാശ്മീരി ചില്ലിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. നമ്മൾ ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയാണ് മട്ടൻ. കാരണം കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഇടാനായിട്ട്. ചില ആൾക്കാർക്ക് ഇങ്ങനെ പൊഴിഞ്ഞ മട്ടൻ ഇഷ്ടമല്ല. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആക്കാൻ വേണ്ടിയാണ്.
ഒരു ചെറിയൊരു ഫ്രൈ പോലെ. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇതിപ്പോ ഓയിലൊന്നും അധികം യൂസ് ചെയ്യാത്ത ഇപ്പൊ കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ഫ്രൈ ഒന്നും ചെയ്യണമെന്നില്ല. ഇപ്പൊ പുഴുങ്ങിയ മട്ടൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എടുക്കാവുന്നതാണ് മന്തിക്ക്. നമ്മളിവിടെ കുറച്ചും കൂടി ഒരു ടേസ്റ്റിക്ക് വേണ്ടിയാണ് ഫ്രൈ ചെയ്യുന്നത്. ഇപ്പൊ പിള്ളേർക്കൊക്കെ ചെറുതായിട്ടൊരു ഫ്രൈ മുകളിലാവുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ഇഷ്ടവും. അപ്പൊ നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. എന്നിട്ട് ഈ മട്ടൻ ഇട്ട് കൊടുക്കാം, മറിച്ചിടാം. അടുക്കി പിടിക്കാതെ നോക്കണം നിങ്ങൾ. ഇതിന്റെ കളറൊക്കെ ഏകദേശം മാറി വരുന്നുണ്ട്. ഒരു ഫ്രൈഡ് മട്ടന്റെ കളറായിട്ടുണ്ട്. കുറച്ച് ഡാർക്ക് കളറായി വരുമ്പോൾ നമുക്കിത് മാറ്റാം. നമുക്കിനി റൈസിന്റെ പരിപാടിയിലേക്ക് കിടക്കാം. നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസ് ആണ്. നമ്മൾ ഇത് ഓൾറെഡി 1 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ചെമ്പിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പിടാം, പിന്നെ ഒരു ഓയിലിടാം, പിന്നെ ലെമൺ ജ്യൂസ്, എന്നിട്ട് മൂടി വെച്ച് തിളപ്പിക്കാം. വെള്ളം തിളച്ചതിന് ശേഷം ഇനി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 1/4 ഭാഗം വേവിക്കണം. ഓവറായിട്ട് വേകാൻ പാടില്ല. ഏകദേശം ഒരു 10 മിനിറ്റേ വേണ്ടി വരുള്ളൂ. ഇനി നമുക്ക് അരി ഊറ്റിയെടുക്കാം. അരി കോരി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇടാം. ഇനി നമ്മൾ ആദ്യം മട്ടൻ വേവിച്ച് വെച്ച ചെമ്പിലേക്ക് ഈ അരി നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ അടിയിലുള്ള മസാലയൊക്കെ മേളിലെ ചോറിലേക്കൊക്കെ പിടിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഇതിന്റെ മേളിലേക്ക് നമ്മുടെ മട്ടൻ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഒരു ചാർക്കോൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഏതെണ്ണ വേണമെങ്കിലും നമുക്ക് ഒഴിക്കാം. നമ്മളിവിടെ ഗീ ആണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നന്നായിട്ട് പുകഞ്ഞു വന്നിട്ടുണ്ട്. ഇവിടെ ഫുള്ള് ലോ ഫ്ലെയിമിലാണ് ചെയ്യുന്നത്. നമുക്കിനി ഇത് അടച്ചു വെക്കാം. ഇനി ഒരു ആവി വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചട്നി ഉണ്ടാക്കാം. അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം, ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കാം, പിന്നെ ഗാർലിക്, ഒനിയൻ, പിന്നെ കുറച്ച് സോൾട്ട്, പിന്നെ ഇത്തിരി കാശ്മീരി ചില്ലി, കുറച്ച് ഒലിവ് ഓയിൽ, കുറച്ച് ലെമൺ ജ്യൂസ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. എവറിത്തിങ് റെഡി. നമുക്കിനി സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മട്ടൻ മന്തി റെഡി ആയിരിക്കുകയാണ്. ഇനി ക്ഷമിക്കാൻ വയ്യ, നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അടിപൊളിയായിട്ടുണ്ട്, ഒന്നും പറയാനുള്ള സൂപ്പർ മന്തി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ.